സന്നിധാനം വാവരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം വാവരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനം. ബലേവേഷ് മനോഹരമായിരിക്കുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം തുടങ്ങിയപ്പോ ചെറിയ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ആർക്കായാലും വരുന്നതാണ് കേട്ടോ. പക്ഷെ അവസാനമായപ്പോ ഉണ്ടല്ലോ മഹാപൂറായിരുന്നു കേട്ടോ. Okay, when you sang that song, ഇടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ പോയി. You should be very careful about that song. പാട്ടിന്റെ ഇടയ്ക്ക് ഒരു സംഗതി കയറുണ്ടോ, സന്നിധാനം ഒന്ന് പാടി. സന്നിധാനം അയ്യപ്പ സന്നിധാനം. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു സാധനം കയറാനുണ്ട്. എന്താണ് സാർ? സന്നിധാനം അയ്യപ്പ സന്നിധാനം സന്നിധാനം. അതൊക്കെ അതിന്റെ ഇടയ്ക്ക് കേൾക്കും. അപ്പൊ ரொம்ப നന്നാ இருக்கும், അതാ എനിക്ക് പിടിച്ചത് നമ്മ സ്റ്റൈലാണ്. പിന്നെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മോൻ പാടി വന്നല്ലോ, പക്ഷെ ഇടയ്ക്ക് വെച്ച് സംഗതി പോയല്ലോ മോനെ. പോവാൻ വഴിയൊന്നുമില്ല. ഇല്ല മോനെ, പോയി മോനെ. മോൻ പാടിയപ്പോ ടെമ്പോ ഉണ്ടായിരുന്നില്ല. ടെമ്പോ ഭയങ്കര കാശ്, ഓട്ടോറിക്ഷയ്ക്കാ പോന്നെ. ശ്രുതി എവിടെ? എന്തോ ശ്രുതി പരീക്ഷ കഴിഞ്ഞിട്ടില്ല, സ്കൂളിൽ പോയി. അതല്ല മോനെ പറഞ്ഞത്. മോൻ പാടി വന്നപ്പോ ഇടയ്ക്ക് വെച്ച് പോയായിരുന്നു. മോൻ ശരിക്കും ആലോചിച്ച് വെക്കുന്നു, പാടി വയ്ക്കേ. സന്നിധാനം എവിടെ വെച്ചാ പോയെന്ന് മനസ്സിലായോ? അങ്ങനെ നിന്നപ്പോ, അങ്ങനെ നിൽക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും കിടക്കുമ്പോഴായാലും കയ്യിൽ നിന്ന് പോകരുത് കേട്ടോ. സംഗീതം എന്ന് പറഞ്ഞാൽ മുറുക്കെ പിടിച്ചോളണം. ശ്രുതി വിട്ടുപോയി കഴിഞ്ഞാൽ അവതാളമായി പോകും. മോൻ ഋഷഭത്തിലാ മോൻ പാടി തുടങ്ങിയത്. ഋഷഭത്തിൽ പാടി മോൻ ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോ പൂന്തവരാളി കഴിഞ്ഞിട്ട് മോൻ ഷർട്ട് ഇട്ടില്ല. ഇട്ടിട്ടുണ്ട്. എന്ത് ഷർട്ട് ഇട്ടിട്ടുണ്ട്? ഇല്ല മോനെ, മോനിട്ടില്ലായിരുന്നു. ഉറപ്പായിട്ടിട്ടുണ്ട്. മോൻ ശരിക്കും ആലോചിച്ച് ചോദിക്കും. എന്റെ പൊന്നു സാറേ, ഞാൻ പറയാൻ കാരണമുണ്ട്. അതായത് ഞാൻ ഈ പ്രോഗ്രാമിന് വരുന്ന തുടക്കത്തിൽ തന്നെ ഞാൻ വന്നപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങണേക്കുമ്പോ പല്ല് തേച്ചു, കുളിച്ചു, പൗഡർ ഇട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു അരേമ കിടക്കുന്ന ഷഡ്ജം നനഞ്ഞതാണ് മഴയായിട്ട്, അലമാറിൽ ഷഡ്ജം ഇരിപ്പുണ്ട്, അത് എടുത്താൻ പറഞ്ഞായിരുന്നു. ഞാൻ അത് എടുത്തിട്ടതാ. മോന് പറഞ്ഞത് മനസ്സിലായില്ല. മോൻ ഉദ്ദേശിച്ച ഷഡ്ജമല്ല ഞാൻ പറഞ്ഞത്. അതായത് മോൻ ഋഷഭത്തിൽ പാടി തുടങ്ങിയിട്ട് ഇടയ്ക്ക് പൂന്തൂരാളി കഴിഞ്ഞിട്ട് മോൻ ഷഡ്ജം ഇട്ടില്ല. പക്ഷെ മോൻ അവിടെ ഇട്ടു. എന്താ ഇട്ടെന്നറിയാമോ? ഷളഫം ഇട്ടത്. ഷളഫം ഇട്ട് കഴിഞ്ഞാൽ ഷഡ്ജാവില്ല, നമുക്ക് ഇട്ടെന്ന് തോന്നുകയും ചെയ്യും. ഷഡ്ജം ഇട്ടിരുന്നെങ്കിൽ സംഗതി പോയില്ലായിരുന്നു കേട്ടോ. അപ്പൊ മോനെ അങ്ങനെയാണെങ്കിൽ വോട്ട് കണ്ടിക്കോ സാർ. അപ്പൊ എനിക്ക് മാർക്കൊന്നുമില്ല സാർ. മോനെ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 50 മാർക്ക് ഇട്ടിരിക്കുന്നു. എത്ര ഇട്ട്? ഞാനൊരു 35. അപ്പൊ സാർ ഒരു 40 ഇട്ട്. 50 ഇട്ട്. അവിടെ ഒരു 35 ഇട്ട്. ഞാനും ഒരു 50 ഇട്ട്. അതെന്തിനാ മോനെ? നല്ലൊരു ഫുള്ള് മേടിക്കാൻ തയ്യുള്ളൂ. അച്ചാറ് കൊണ്ടുണ്ടായിരുന്നേ. ഓക്കെ, വോട്ട് കണ്ടിക്കോ. തെറ്റിക്കോട്ടെ. പ്രിയമുള്ളവരെ, കണ്ടല്ലോ ഇവിടുത്തെ അവസ്ഥ. എന്തൊക്കെ തന്നെ പാടിയാലും എന്തൊക്കെ തന്നെ ആയാലും എന്തെങ്കിലും കയറി അവർ നോട്ട് ചെയ്യും. ഇന്നത്തെ പ്രശ്നം ഞാൻ ഷഡ്ജം ഇട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ പ്രാവശ്യം വരുമ്പോൾ ഒരു 14 ഷഡ്ജമെങ്കിലും കൊണ്ടുവരും. ഒരെണ്ണം മിസ്സായാലും 13 ഉണ്ടാവുമല്ലോ, ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ എനിക്ക് വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാട്രിക്സ് ISSRO സ്പേസ് സച്ചിദാനന്ദൻ SA ചിച്ചി നന്ദൻ. താങ്ക് യു. ഓക്കെ, ரொம்ப നന്നാ. അപ്പൊ രീതി അമ്മായി, ഇനി ആരും വരാനില്ല. അപ്പൊ എന്തെങ്കിലും സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ഒരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചാണ് നിർത്തുന്നത്. ഞാൻ പാട്ട് പാടാം, ഒരു ഡാൻസ് കളിക്കണം. ഏത് പാട്ടിന്റെ കൂടെ? യു ഷുഡ് ഡാൻസ്. എന്റെ പൊന്നെ, എനിക്ക് പറ്റത്തില്ല. നോ, യു ഷുഡ് ഡാൻസ്. ഇല്ല, പറ്റത്തില്ല. പാട്ട് പാടിക്കോ, ഡാൻസ് കളിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാരും എന്റെ കൂട്ടി ഡാൻസ് ചെയ്യും. അവരൊക്കെ കളിച്ചോളൂ. യു ഷുഡ് ബി വെരി ഗുഡ് ഡാൻസിങ് വിത്ത് മീ. ഓക്കെ, കം ഓൺ എവരിബഡി, ഹോൾഡ് ഓൺ. I love Singapore very much, okay? Come on everybody. Everybody, go. Hey. Hey.
1, 2. Rumba ho, samba ho. Come on, theater, come on. Oh, come on, everybody. मैं नाचूं, तुम नाचो, जितनी तुम प्यार से जी लोगे उतनी ही जिंदगी रंबा हो।